തമിഴിൽ നിന്ന് ഒരു ഹൊറർ സിനിമ വീണ്ടും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൊറർ പറയുമ്പോൾ തമിഴിലെ ഹൊറർ കോം അല്ല, ഇത് മറ്റേ ഡിമോണ്ടി കോളനി ഒക്കെ പോലത്തെ ഒരു പടം. അതാണ് ഞാൻ പറയുന്നത്. അത് എടുക്കാനാണ് ഇതിന്റെ ഡയറക്ടർ നോക്കിയിരിക്കുന്നത്. പാളിപ്പോയില്ലേ എന്നൊക്കെ പറയാം. ജന്മനക്ഷത്രം എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അടിപൊളിയായിട്ടൊരു നറേഷൻ ഉണ്ട്. അതായത് ലൂസിഫർ, ഡെമൺ, സാത്താൻ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് മൊത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരു രസം ഉണ്ടാവില്ല. ആ നറേഷൻ കൊള്ളായിരുന്നു. ദാറ്റ് വാസ് നൈസ്. പിന്നെ ഇതിലുള്ള ജംപ് സ്കെയർസ് 2-3 സാധനങ്ങളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുകയില്ല, അത്യാവശ്യം ഞെട്ടിപ്പിക്കുന്ന സാധനമാണ്. അതും എനിക്ക് ഇഷ്ടമായി. സോ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര നല്ല രസത്തിൽ പോണ സിനിമയായിരിക്കും. അപ്പൊ കൊണ്ടുവന്നു ഈ ഹൊറർ സിനിമയിലെ റൊമാൻസ് എന്തിനാണ്, ഊച്ചാളി കോമഡി എന്തിനാണ് എനിക്ക് ഇന്നേ വരെ മനസ്സിലായില്ല. പടം അങ്ങോട്ട് പേടിപ്പിക്കുക, ആൾക്കാരെ പേടിപ്പിച്ച് കൊല്ല്, അതാണ് നിങ്ങളുടെ പണി. ഹൊറർ സിനിമ പറയുമ്പോ ഒരു 100 ജോണേഴ്സിന്റെ മിക്സ് ആണ്. അതായത് ലൂസിഫർ ഉണ്ട്, സാത്താൻ ഉണ്ട്, ഹൈസ്റ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, ത്രില്ലർ ഉണ്ട്, മർഡർ ഉണ്ട്. എന്തിനാടേ ഇത്രയൊക്കെ ജോണേഴ്സ്? ജസ്റ്റ് ഹൊറർ പറഞ്ഞ് എടുത്തു വിട്ടാൽ പോരെ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ്. രണ്ട് മണിക്കൂർ പടമാണ്. അതിൽ ഏകദേശം 1.5 മണിക്കൂർ വന്നിട്ട് ഇവർ ഒരു ഇൻഡസ്ട്രിയിൽ ട്രഷർ തപ്പി നടക്കണത് മാത്രമാണ് കാണിച്ചു പോകുന്നത്. ആൻഡ് അതിൽ വന്നിട്ട് കുറെ പേര് ചത്ത് വീണ് കഴിഞ്ഞാൽ എങ്കിൽ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് വീണ്ടും ചാവാൻ വേണ്ടി വരുന്നുണ്ട്. ആൻഡ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ടുവേർഡ്സ് എൻഡൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. പണി അറിയാവുന്ന ഡയറക്ടറിന്റെ ഈ സാധനം കിട്ടിയെന്ന് വെച്ചാൽ കിട്ടു സാധനം അതിനെ അത്ര അടിപൊളി കൺസെപ്റ്റ് ആയിരുന്നു. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എടുത്തു വെച്ചിരിക്കുന്നൊന്നും വലിയ സുഖമില്ല. ടുവേർഡ്സ് ലാസ്റ്റ് ഇവരൊക്കെ എങ്ങനെയാണ് മരിച്ചത്, ഒരു കൊച്ചിന്റെ ഒരു സാധനം ഉണ്ട്, കുറച്ച് ട്വിസ്റ്റ് ഒക്കെ ആയിട്ട്, അതൊക്കെ നൈസ് പരിപാടിയായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഒരു സ്കാനിങ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എക്സ്റേ കൊണ്ട് ഒരാൾ ഡെവിൾ ആണോ അല്ലെങ്കിൽ നോർമലായ മനുഷ്യനാണോ കണ്ടുപിടിക്കാൻ പറ്റുമോ? പിന്നെ എക്സോർസിസം ഒക്കെ ചെയ്യുന്നവർക്ക് മറ്റേ മെഷീനും കൊണ്ട് പോയാൽ മതിയല്ലോ, അറിയാൻ ചോദിക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുത്തനെ കൊന്നിട്ട് അവനെ വന്നിട്ട് ഒരു മരിക്കും, അവനെ വന്നിട്ട് ഒരു ഗാർഡൻ ഏരിയയിൽ കുഴിച്ചിടുന്നുണ്ട്. ആ കുഴിച്ചിടേണ്ട ഏതോ വാടക വീട്ടിലൊക്കെ ആരെങ്കിലും കൊണ്ടേ കുഴിച്ചിടുമോ? അതേപോലെ തന്നെ ഈ പൈസ ഇരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ്. അതേപോലെ തന്നെ അവന്റെ മകളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാവാൻ കിടക്കുന്ന ആള്. പക്ഷെ പൈസ എവിടെ വെച്ചതെന്ന് മാത്രം പറയില്ല. അങ്ങനത്തെ കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കൺസെപ്റ്റ് നൈസ് ആയിരുന്നു. ഈ റൊമാൻസും ഊച്ചാളി കോമഡി ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു കിടിലൻ ഹൊറർ പടം എടുക്കാൻ അറിയണവനാണെങ്കിൽ അടിപൊളി എടുത്തേനെ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നൈസ് കൺസെപ്റ്റ് ആയിരുന്നു. അവിടെയാണ് ഡിമോണ്ടി കോളനി കുറച്ച് വ്യത്യസ്തമായത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും അവർ കണക്ട് ചെയ്തത് ദാറ്റ് വാസ് സോ പെർഫെക്റ്റ്. ഞാനൊക്കെ ഞെട്ടി, എങ്ങനെ ഇത്ര വൃത്തിയായി കണക്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ട്. പക്ഷെ ഇതെന്താ പറഞ്ഞിട്ട് കാര്യമില്ല, ലിമിറ്റഡ് ബഡ്ജറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് VFX വർക്കൊക്കെ ഭയങ്കര പൂവർ സാധനമാണ്. കുറച്ച് നല്ല കാസ്റ്റില് നല്ലൊരു ഡയറക്ടർ കുറച്ച് നല്ലൊരു ബഡ്ജറ്റിൽ എടുത്തെന്ന് വെച്ചാൽ ദിസ് വുഡ് ഹാവ് ബീൻ വെരി നൈസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സാത്താന്റെ കാര്യം, ആ ലൂസിഫറിന്റെ കാര്യമൊക്കെ അവരെ നറേഷൻ ഒക്കെ നടത്തുന്നതും അവസാനം ഒരു കൊച്ചിന്റെ ഒരു സംഭവം ഉണ്ട്, അത് നൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ മേർഡേഴ്സ് ഒക്കെ നടക്കണതിന്റെ ഒരു കാര്യം അവർ കാണിക്കുന്നുണ്ട്. ഒരു ടാറ്റു ആയിട്ടും അതേപോലെ തന്നെ ചില ഒബ്സ്റ്റക്കിൾസ് ആയിട്ട് അവർ ലിങ്ക് ചെയ്തിട്ടും അതൊക്കെ നൈസ് ആയിരുന്നു. പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്നുമല്ല. ടുവേർഡ്സ് എൻഡ് ആയപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇവൻ കൊന്നു എന്ന് നമ്മൾ വിചാരിക്കും, നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, വേറൊരു രീതിയിലായിരിക്കും. എപ്പോഴോ ചത്തവൻ പിന്നെ ലാസ്റ്റ് വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നി. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.